കടയിൽ നിന്ന് മേടിക്കുന്ന വറ്റൽ മുളകിൻ്റെ അരി സൂക്ഷിച്ച് വെച്ച് അത് പാകി മുളപ്പിച്ചെടുക്കുന്ന രീതിയാണ് എനിക്കുള്ളത്. അങ്ങനെ പാകി മുളപ്പിച്ച കുറച്ച് തൈകളാണിത്. ഇതിൽ നിന്ന് ഹെൽത്തിയായ കുറച്ച് തൈകൾ നമ്മൾ മാറ്റി വലിയ പോട്ടിലേക്ക് മാറ്റി നട്ടിരുന്നു. ഇത് കുറച്ച് ബാലൻസ് ഉള്ള തൈകളാണ്. ഇത് നമുക്ക് എങ്ങനെയൊന്ന് ഹെൽത്തി ആക്കി എടുക്കാം എന്നൊരു ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ പോട്ടി മിക്സ് റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ഇളക്കമുള്ള ഒരു പോട്ടി മിക്സാണിത്. ഇതിനകത്തേക്ക് മണ്ണിലേക്ക് ചകിരിച്ചോറും കൂടി ചേർത്ത് മിക്സ് ചെയ്തതാണ്. ഇത് സാധാ മണ്ണല്ല, നമ്മൾ മുറ്റമടിച്ചു കൂട്ടുന്ന സ്ഥലത്തെ മണ്ണാണിത്. അതിനകത്തേക്ക് മണ്ണും കരിയിലയും കൂടി മിക്സ് ചെയ്ത ഒരു മണ്ണാണ്. കരിയില നല്ല രീതിയിൽ പൊടിഞ്ഞ് മിക്സായിട്ടുണ്ട്. ആ മണ്ണിന് തന്നെ നല്ല ഇളക്കമുള്ള മണ്ണായിരുന്നു. അതിലേക്ക് നമ്മൾ ചകിരിച്ചോറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു പോട്ടി മിക്സ് നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഈ പോട്ടി മിക്സ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടാണ് നട്ടു കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മളിവിടെ ഡിസ്പോസിബിൾ ഗ്ലാസ്സാണ് എടുക്കുന്നത്. ഇതിനകത്തേക്കാണ് നമ്മൾ ചെടികൾ നട്ടു കൊടുക്കുന്നത്. തൈകൾ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്ലാസിൻ്റെ അടിവശത്തായിട്ട് നമുക്ക് കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് നിരത്തിയതിന് ശേഷം നമുക്ക് തൈകൾ അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. തൈകൾ വെച്ച് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് നന്നായിട്ട് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കുക. നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് അമർത്തി നിറച്ച് കൊടുക്കാൻ കഴിയും. ഇതിലേക്ക് നമ്മൾ വേറെ വളങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. തൈ ചെറുതായതുകൊണ്ട് പഴുത്തു പോകും. അതുകൊണ്ടാണ് വേറെ വളങ്ങളൊന്നും കൊടുക്കാത്തത്. ഇങ്ങനെ നമ്മൾ നിറച്ച് ഇത്രയും തൈകൾ നമ്മൾ നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തണലത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് ഹെൽത്തി ആക്കി എടുക്കാനായിട്ട് കഴിയും. ഇതിനെ നനച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ച് നനച്ച് കൊടുക്കരുത്. അതിന് പാകത്തിനുള്ള വെള്ളം മാത്രമേ നമ്മൾ ഒഴിച്ച് കൊടുക്കാവുള്ളൂ. നമുക്കറിയാവുന്നതുപോലെ പേപ്പർ ഗ്ലാസ്സിലാണ് നമ്മൾ നട്ടിരിക്കുന്നത്. ഗ്ലാസ്സുകളൊക്കെ അലിഞ്ഞു പോകും നമ്മൾ ഒത്തിരി വെള്ളം കുത്തി ഒഴിച്ച് നനച്ചാൽ. ഇങ്ങനെ നമ്മൾ ഹെൽത്തി ആക്കി എടുത്തതിന് ശേഷം നമ്മൾ വലിയ പോട്ടിലേക്ക് മാറ്റി നടുമ്പോൾ ഇതിൻ്റെ വേരുകളൊന്നും നഷ്ടപ്പെടാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മുളക് ചെടി നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.